വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട ബൈപ്പാസിലെ ചില്ലീസ് ജംഗ്ഷനിലാണ്. സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഇവിടെ തകർന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം റോഡ് സഞ്ചാരയോഗ്യമായിട്ടുണ്ട്. ഇത് MLA വാർത്താസമ്മേളനം വിളിച്ച് റോഡ് എല്ലാം സഞ്ചാരയോഗ്യമാക്കാൻ പാച്ച് വർക്ക് ചെയ്യാൻ 96 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. MLA നിയമസഭാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പോയി. അതിനിടയ്ക്ക് നഗരസഭാ ചെയർമാൻ പെട്ടെന്ന് ചില്ലീസ് ജംഗ്ഷൻ സഞ്ചാരയോഗ്യമാക്കും, അത് ഭരണസമിതി ഇടപെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ MLAയും നഗരസഭാ ചെയർമാനും ഇട്ടിട്ടുണ്ട്. ചില്ലീസ് ജംഗ്ഷൻ പണി തുടങ്ങി, മാന്തിപ്പൊളിക്കൽ തുടങ്ങി, അതുകൂടാതെ ടാറിങ് തുടങ്ങി. ഏകദേശം ഈ പെരിന്തൽമണ്ണക്കാരൊക്കെ ഇപ്പോൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ചില്ലീസ് ജംഗ്ഷനിലൂടെ വാഹനം കൊണ്ടുപോകാവുന്ന രീതിയിൽ സഞ്ചാരയോഗ്യമായോ? അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോളൂ, അതായത് ഫേസ്ബുക്ക് പേജിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ രാഷ്ട്രീയം കളിച്ചോളൂ, പക്ഷേ ഞങ്ങൾക്ക് ഈ പാതകളൊക്കെ ഒന്ന് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കി തന്നാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏകദേശം കാലങ്ങളോളം ദുരിതയാത്രയായിരുന്നു ഇതിൽ. വ്യാപാരികളുടെ പ്രതിഷേധം നടന്നു, അതുകൂടാതെ പല രീതിയിലുള്ള പ്രതിഷേധം നടന്നു. അവസാനം ഇപ്പോൾ ഈ MLAയുടെ ഇടപെടലായാലും നഗരസഭയുടെ ഇടപെടലായാലും മാനത്തുമംഗലം ഈ ബൈപ്പാസ് റോഡിൽ 4 കൂടിയ ഈ ചില്ലീസ് ജംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ കൂടിയാണ്. ചില്ലീസ് ജംഗ്ഷൻ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. ചില്ലീസ് ജംഗ്ഷൻ ഏകദേശം ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ MLA ആണെങ്കിലും നഗരസഭയാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നാണ് ഇടപെടലുണ്ടായെങ്കിലും നാട്ടുകാരെല്ലാവരും രണ്ട് കൂട്ടർക്കും നന്ദി പറയുന്നു. കൂട്ടത്തിൽ ഇതിനുവേണ്ടി ഞങ്ങൾ വാർത്ത നൽകി, ഒട്ടേറെ പ്രാവശ്യം ജനശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. വാർത്ത നൽകി ഈ റോഡിൻ്റെ തകർച്ച ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ആ വാർത്തകളിലൂടെ ബന്ധപ്പെട്ടവരെ ഇത് അറിയിക്കുകയും ചെയ്ത ഞങ്ങൾക്കും ഇക്കാര്യത്തിൽ ഈ ഇടപെടൽ നടത്തിയ ആളുകളോട് നന്ദി പറയാനുണ്ട്. ഇതുപോലെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുന്ന കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നീള 24 ലൈവ്.